തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. KRTA സംസ്ഥാന സമ്മേളനം ജനുവരി 24-25 തീയതികളായി എറണാകുളത്ത് സംഘടിപ്പിക്കും. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ഏക സംഘടനയായ കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ 7ാം സംസ്ഥാന സമ്മേളനം ജനുവരി 24-25 തീയതികളിൽ എറണാകുളത്ത് നടത്തും. സ്ഥിരതയ്ക്കായി അണിചേരാം, കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടാം എന്ന മുദ്രാവാക്യവുമായാണ് ഈ വർഷത്തെ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സ്ഥിരപ്പെടുത്തണമെന്ന സുപ്രീം കോടതിയുടെ ഉത്തരവും കർശന നിർദ്ദേശങ്ങളും അടിയന്തരമായി നടപ്പാക്കണമെന്നതാണ് സംഘടനയുടെ പ്രധാന ആവശ്യം. അത് ഉത്തർപ്രദേശിലെ രജനീഷ് കുമാർ പാണ്ഡെ എന്ന ഒരു വ്യക്തിയാണ് കേസ് ഫയൽ ചെയ്തത്. ഇത് രാജ്യത്തെ ലാൻഡ് ഓഫ് ഓർഡറായി 28/10/21 വിധി വരുമ്പോൾ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പൊതുവിദ്യാലയങ്ങളിൽ അധ്യാപകരെ സ്ഥിരമായി നിയമിക്കണം. ഭിന്നശേഷി വിദ്യാഭ്യാസ സംരക്ഷണത്തിന് വേണ്ടി എന്നാണ് വിധിയുണ്ട്. ഈ വിധിയിൽ KRTA കക്ഷി ചേർന്നുകൊണ്ട് ഈ വിധിയുമായി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ 7/3/2025 ഈ കഴിഞ്ഞ 7/3/2025 നമ്മൾ കൊടുത്ത കക്ഷി ചേർന്നതിന്റെ ഭാഗമായി കേരളത്തിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമഗ്ര ശിക്ഷയിലെ ജീവനക്കാരെ, അതുവരെ 28/10/21 അങ്ങനെ ആര് എന്ന് പറഞ്ഞിട്ടില്ല, അധ്യാപകർ വേണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ 7/3/25 വന്നിട്ടുള്ള നമ്മളെ പുതിയ വിധിയോടുകൂടി നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകരെ, നിലവിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സംരക്ഷണ കേരള പദ്ധതിയിലാണ്, സ്ഥിരപ്പെടുത്തണമെന്ന വിധിയാണ് 7/3/25. അതോടൊപ്പം സംസ്ഥാന സർക്കാരിനെ സാമ്പത്തികമായി വിരിഞ്ഞുമുറുക്കിയ വർഗീയവും ജനദ്രോഹപരമായ നിലപാടും സ്വീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിലുമാണ് ഈ സംഘടന. കഴിഞ്ഞ 10 വർഷമായി വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ മാറ്റം പ്രത്യേക പരിഗണന വേണ്ട കുട്ടികളുടെ മേഖലയിലും പ്രകടമാണ്. എന്നാൽ കേന്ദ്ര ഫണ്ട് കിട്ടാത്തത് ഈ മേഖലയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. 60% പദ്ധതി വിഹിതം കിട്ടാത്ത സാഹചര്യത്തിൽ കുട്ടികൾക്ക് ലഭിക്കേണ്ട ഗ്രാന്റുകളും സഹായ ഉപകരണ വിതരണങ്ങളും വരെ വൈകുന്നു. സംസ്ഥാനത്തെ 6000-ഓളം വിദ്യാലയങ്ങളിലായി 2880 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുണ്ട്. ഇതിൽ 2670 പേർ സംഘടനയിൽ അംഗങ്ങളാണ്. സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരെ സർവീസിൽ സ്ഥിരപ്പെടുത്തണ സുപ്രീം കോടതി ഉത്തരവ് നാളിതുവരെ നടപ്പായിട്ടില്ല. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ 2000-ഓളം സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ പങ്കെടുക്കും. 24-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് എറണാകുളം ബോട്ട് ജെട്ടി പരിസരത്തു നിന്നും ആരംഭിക്കുന്ന പ്രകടനം ഹൈക്കോടതി ജംഗ്ഷനിലെ വഞ്ചി സ്ക്വയറിൽ സമാപിക്കും. പൊതുസമ്മേളനം മുൻ യുവജനക്ഷേമ ബോർഡ് വൈസ് ചെയർമാൻ S. സതീഷ് ഉദ്ഘാടനം ചെയ്യും. 25-ാം തീയതി ഞായറാഴ്ച രാവിലെ 8:30 മുതൽ സഖാവ് VS അച്യുതാനന്ദൻ നഗറിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ജെയ്ക് C. തോമസ് ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.